വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എന്നാ പിന്നെ വണ്ടി കയറ്റി കൊന്നിട്ട് പോടാ. അതിന് നിങ്ങൾ മുട്ടിയൊന്നുമില്ലല്ലോ. റോഡിന്റെ നടുവിലൂടെയല്ല നടക്കേണ്ടത്, സൈഡിലൂടെയാണ്. വണ്ടി ഇടിപ്പിക്കാൻ നോക്കിയതും പോരാ, ആളെ ഭീഷണിപ്പെടുത്താനും വരട്ടാൻ നോക്കണോ? എന്താ എന്താണെങ്കിലും ശരി, റോഡിലൂടെ നേരെ ചൊവ്വ നടക്കണം. അല്ലെങ്കിലേ ഇതുപോലെ വണ്ടി തട്ടാൻ പോയി നിൽക്കിരിക്കും. അങ്ങനെ തട്ടിയാ നിന്നെ നിന്റെ വണ്ടിനെ ഇവിടെ കത്തിക്കും. കള്ളും കുടിച്ചേ തലയ്ക്ക് വെളിവില്ലാതെ വളവള പറഞ്ഞോണ്ടേ എന്റെ മെക്കിടറം വന്നാലുണ്ടല്ലോ രണ്ടു കൂടുന്ന് വെറുതെ പോവില്ല. മനസ്സിലായോ? എന്നാ ഇവനെ എടാ ഇപ്പൊ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. എന്തോ ഇന്ന് നിന്നെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നീ ഒന്നോർത്തോ, നീ പിഴടക്കേണ്ടി വരും. പിഴ. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. നീയൊക്കെ മദ്യപിച്ച് പേക്കൂത്ത് കാണിക്കണേനെ ഞാൻ പിഴയടക്കേണ്ടി വരുമെന്നാ? ഒന്ന് പോടപ്പാ, വെറുതെ മനുഷ്യന്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. നിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോടാ. ഓ ആയിക്കോട്ടെ. അവൻ പോയി കളഞ്ഞല്ലോടാ. ആരടാ അവൻ? നീ വേണ ഞാനേ ഒന്നും പറ്റിയില്ലല്ലോ. അവനെ നമുക്ക് പിടിച്ചോളാം ഞാൻ. ടോമി, എന്തൊക്കെയാ? മാർട്ടിനാ എവിടെ പോണു? ഞാനേ പള്ളി വരെ ഒന്ന് പോവുക. ഈ പോയിട്ട് ടോമിക്ക് തിരക്കൊന്നുമില്ലല്ലോ? എന്തു തിരക്ക്? തിരക്ക് നിങ്ങൾക്കൊക്കെ അല്ലേ. മറിയച്ചെടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥനക്ക് വരുന്ന കാര്യമൊക്കെ ടോമിക്ക് അറിയാലോ. എനിക്കറിയാം. വയസ്സാങ്കാലത്ത് ഒരേ വട്ടുകളെ വീട്ടിലേക്ക് പറഞ്ഞ കേക്കണ്ടേ? എന്താ അമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ഏയ്, ചേട്ടത്തി എന്തു പ്രശ്നം ഉണ്ടാക്കാൻ? അല്ല ഉണ്ടേ പറഞ്ഞു. അല്ലേ തന്നെ ഈ അഡീഷണൽ പള്ളിയിൽ പോയിക്കൊണ്ടല്ല പ്രാർത്ഥന കൂട്ടായ്മ, അത് നിർത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. അന്ന് എന്നും രാവിലെ കുർബാനക്ക് പോവും, പിന്നെ ഈ ഗ്രൂപ്പ് പ്രാർത്ഥന. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. അല്ല, ഞാൻ മറിയച്ചെടുത്തിൻ്റെ പേരിലുള്ള പരാതി പറയാൻ വേണ്ടി വണ്ടി നിർത്തിയതല്ല. പിന്നെ എന്തിനാണ് ടോമി ഇങ്ങനെ മദ്യപിച്ച് നശിക്കുന്നത്? ടോമി നല്ല ആരോഗ്യമുള്ള പണിക്കാരനല്ലേ. ഇങ്ങനെ കള്ളും കുടിച്ച് ആളുകളുമായിട്ട് വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വളരെ മോശമല്ലേ? കള്ളു കുടിക്കുന്നതും ബഹളവും വഴക്കൊക്കെ ഉണ്ടാക്കുന്നതേ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ മാർട്ടിന് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അത് ചോദിച്ചതിന് ഉത്തരം പറ. ബുദ്ധിമുട്ടുണ്ടാക്കിയോന്ന്? അതില്ല. ഞാൻ വളരെ മാന്യ മര്യാദക്കല്ലേ മാർട്ടിനോട് സംസാരിക്കണത്.
അത് അതെ. ഈ എന്നാലും മാട്ടിൻ്റെ അമ്മക്കും വീട്ടുകാർക്കും ഒക്കെ ഈ ഇവിടെ നിർത്തി നിങ്ങളുടെ ഉപദേശ കലാപരിപാടികൾ. നിങ്ങൾ പള്ളിയിൽ പോയിക്കോ, പ്രാർത്ഥിച്ചോ, പക്ഷേ നമ്മളെ വെറുതെ വിട്ടേക്ക്. ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ്. ഭോഷന്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 12-ാം വാക്യം. ഈ അല്ല ടോമി, ഇത് ഞാനും ജംഗ്ഷനിലേക്കാണ്, ഞാൻ ആക്കി തരാൻ കൂടി. എന്റെ പൊന്നോ, ഞാൻ നടന്നോളാം. മാത്രമല്ല ഞാൻ ജംഗ്ഷനിലേക്ക് അല്ല. അല്ലേ? അല്ലെങ്കിൽ തന്നെ അവൻ ആരുടെ നിന്നെ ഉപദേശിക്കാൻ? ഇത് മുളയിൽ നുള്ളണമല്ലോ. അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. അല്ലെങ്കിലേ അതിനിയും കൂടാൻ സാധ്യതയുണ്ട്. ഇനി പാർട്ടി നിന്നെ ഉപദേശിച്ച് അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മെയിൻ ആളാക്കി കളയോ? ബ്രദർ ടോമി കുരിശുമൂട്ടിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് കാക്ക മലന്ന് പറക്കണം. ഉം. ഇവൻ ഈ മാർട്ടിക്കിട്ടൊരു പണി കൊടുക്കണമല്ല, അതിനെന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ആ, ഒരു ഇത്തിരി കടുപ്പത്തിലുള്ള ഒരു പണിയാണ്. കൊടുക്കുമ്പോൾ മിനിമം നല്ല കടുപ്പത്തിലുള്ള പണി തന്നെ വേണം. നീ കാര്യം പറ. അവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് ലൂസാക്കണം. എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ വീഴോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കോളും. കൊള്ളാം. ചത്തില്ലെങ്കിൽ കുറച്ച് നാൾ കൈയും കാലും ഒടിഞ്ഞ് കിടന്നോളൂ. ആ മതി, ഇത് മതി. പക്ഷേ അതെങ്ങനെ ചെയ്യും? അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ഭൂഷണം കർണകഠോരമാണ്. പ്രഭാഷകൻ 27-ാം അധ്യായം 15-ാം വാക്യം. അവനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവസരം വരുമ്പോണ്ടല്ലോ സംഗതികൾ നടത്തണം. നിന്റെ ഒരു സ്പാനർ കൈ കരുതിക്കൊള്ളണം. എപ്പോൾ കരുതിയെന്ന് വെച്ചാൽ മതി. അതേ, ആദ്യം നമുക്ക് ആ രമേശിനവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം. ബാക്കി അവിടെ നിന്ന് ആലോചിക്കാം. നിങ്ങൾ വാ. ശരി. എടാ, ഇന്നേ നമ്മുടെ പൗലോ സാറിന് അവിടെ വർക്കിനില്ല എന്ന് പറഞ്ഞിട്ടേ പോകാൻ പറ്റില്ല. അല്ലത്തിനും നീ എവിടെയാണ് കറക്റ്റായിട്ട് ജോലിക്ക് പോണത്? നീ വല്ല വർക്ക്ഷോപ്പിലേക്കും പണിക്ക് പോയിച്ചിട്ടെങ്കിലല്ല അവർ നിന്നെ റെഡിയാക്കിയാൽ. എടാ, അതുകൊണ്ടല്ലേ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പോകുന്നത്. ആര് വിളിച്ചാലും അവർ വീട്ടിൽ പോയി പണിയെടുക്കും. അങ്ങനെയാണത് നമുക്ക് ലാഭമല്ലേ? ദേ ഫോൺ റിങ് ചെയ്യുന്നു, ആ ഫോൺ എടുക്ക്. ആ, ഇതേ പൗലോ സാറാണ്. സാറ് പറഞ്ഞത് ഞാൻ നാളെയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അത് എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാനവിടെ പണിയെടുത്തോണ്ടിരിക്കുകയായിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം പറയണതേ, നമ്മൾ ഈ മേടിക്കാൻ പോണ സാധനങ്ങളില്ലേ, അത് നമുക്ക് നേരിട്ട് പോയിട്ട് എടുക്കാമല്ലോ. അവിടെ നമുക്ക് പരിചയമുള്ളൊരു കടയുണ്ട്. ഞാൻ സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തു. അതെ 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 അത് അവർ ആദ്യം ചൊവ്വാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നേ. അതെ അതെ. പിന്നെ അവർ വീണ്ടും അത് 2 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, അത് ക്യാഷിൻ്റെ കാര്യമാണ് അവരാ പറഞ്ഞത്. ഹലോ, നീ അവിടെ എത്തിയ? എങ്കിൽ പിന്നെ ഞാൻ വക്കീലിനെ പിന്നെ വന്ന് കണ്ടോളാം. ശരി, എന്നാ നീ അവിടെ തന്നെ ഇല്ലേ? ഞാൻ വരാം. ഞാൻ കേൾക്കണ്ടേ? സാറ് പറ.
ആ ശരി സാർ. എന്തര ഇത്, ഒരു ഫോൺ ചെയ്യാനും മനുഷ്യനെ സമ്മതിക്കില്ലേ? അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു കഥകളി. കഥകളിയല്ല, ഏ? തേടിയ വള്ളി കാലെ ചുറ്റി. ഏ ഇവന്റെ ഒരു കാര്യം, എന്തടാ? അവനാ ഉപദേശി, ആ പ്രാർത്ഥനക്കാരൻ മാർട്ടിനില്ലേ, ആ അവൻ ആ അവനോടെ അവൻ ദാ അവളെ വണ്ടി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എടാ അത് നിനക്ക് അപ്പം പറയായിരുന്നില്ലേ? അതല്ല ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. എടാ അത് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാ പുള്ളി? നീ ഇപ്പുറത്തേക്ക് പോയെന്ന്. എടാ ഇത് 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് തന്നെ, വാ വാ വാ, വാ, വാ. ആ ചായ കാശ് ഞാൻ കൊടുത്തേക്കാം. ആ ചേച്ചി. ആ. ദേ, 50 രൂപ ബാക്കി വീട് തന്നാ മതി. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. ഇതാണ് വണ്ടി, ഈ ആക്റ്റീവ. അതെ, നീ ഒരു കാര്യം ചെയ്യും, ആ, അവൻ വരണ്ടോ? ആ, ഞാനത് ചെയ്തു. ഓക്കെ ഓക്കെ. വാ വാ. എന്താടാ? എല്ലാ കാര്യവും റെഡിയാക്കി ഉണ്ട്. വാ നമുക്ക് പോവാം. എന്നാ പോവാം. എന്താ എന്റെ വണ്ടി എന്തു പറ്റി? ഇവിടെ ഇരുന്ന ഒരാളെ ബ്രേക്ക് സ്പാൻ റോഡ് എന്തോ അയച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. ആരാ? എന്തോ ബ്രേക്ക് അയച്ചുകൊണ്ടിരിക്കുക, ആരാന്നറിയില്ല. അകത്തിരുന്ന് ഞാൻ CCTV കണ്ടതാ. അവര് 2 പേരുണ്ടായിരുന്നു. അവരങ്ങോട്ടാ പോയേ. അതെ, ആളറിയാനാണെങ്കിലേ ഞാൻ CCTV കാണിച്ചു തരാം. ചേട്ടൻ വാ. ഓ, ഇതാ അവര് മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാ. ഈ വിഷൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ മതി. എവിടെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരുമോ? ആരാ കക്ഷികളെന്ന് ഞാനൊന്ന് നോക്കാം. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145-ാം അധ്യായം 14-ാം വാക്യം. ആ വാ. ഒരൊറ്റ എടുപ്പ് അങ്ങോട്ട് എടുത്തുണ്ടായി കഴിഞ്ഞുണ്ടല്ലോ, വണ്ടി എവിടെയെങ്കിലും ചെന്നിരിക്കും. ചിലപ്പോൾ തട്ടിയും പോകും, അല്ലെങ്കിൽ കയ്യും കാലും ഒടിയും. അത് ഉറപ്പാണ്. അല്ല, ഈ വണ്ടിയുടെ ഇരിപ്പ് വശം നോക്കുമ്പോഴേ ഒരൊറ്റ എടുപ്പ് എടുത്തുകൊണ്ട് തന്നെ സാധ്യത. എന്തായാലും കുഴപ്പമില്ല. ഈ ഉപദേശ പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ആ ഇനി കുറച്ച് ദിവസം ആശുപത്രി കിടക്കുമ്പോണ്ടല്ല, നമുക്കൊന്ന് കാണാൻ വേണ്ടി പോണം. എന്നിട്ട് ആ, നീ അവനെ ഒന്ന് ഉപദേശിക്കണം. പാട്ടിനെ വണ്ടി സൂക്ഷിച്ചൊക്കെ ഓടിക്കണ്ടേ, അങ്ങനെ പറയാം. ഓഹോ, അന്ന് നടന്ന പ്രശ്നത്തിന്റെ പേരിൽ മനഃപൂർവ്വം അവര് അപകടപ്പെടുത്താൻ ശ്രമിച്ചല്ലേ? ഞാൻ ഈ പ്രശ്നം അപ്പോഴേ വിട്ടതാണ്. മാത്രമല്ല ഇവന്മാർ രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവര് സൂക്ഷിക്കണം. വിഷ്വൽസ് അല്ല ഞാൻ ഫോണിൽ ഇട്ടിട്ടുണ്ട്. ആ, അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെയാണ്. ഞാനിപ്പോ തന്നെ സ്റ്റേഷനിലേക്ക് പോവാണ്. ആളുകളെ 2 ദിവസത്തിനുള്ളിൽ പൊക്കും. ഇത്തരക്കാരെ എങ്ങനെയായാലും പോലീസ് സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്നവരായിരിക്കും. വണ്ടി ഇവിടെ നിന്ന് ഇരിക്കട്ടെ, ഞാനൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ശരിയാക്കിയിട്ട് കൊണ്ടുപോക്കണം. ശരി ശരി, എന്നാ ചേട്ടൊന്ന് വിളിച്ചാൽ മതി, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കും വരാം. ഓ താങ്ക്സ്, ആ, ഞാൻ വിളിച്ചോളാം. ഇതില് വേവോളം ഇരുന്ന് ഇനി 6-ാം കോടി ഇരിക്കണമെന്ന് പറഞ്ഞ പോലെ ആയ സംഗതി ഇപ്പൊ നടത്തിട്ടുണ്ടാവൂല്ലേ? ആ പിന്നല്ലാതെ. ആ, ഭൂമി, എന്ത് കാര്യത്തിനും ധൃതി ഒരു പരിഹാരമല്ല. നീ പറഞ്ഞ പോലെ വേകുന്നവരെ കാത്തിരുന്നവനല്ലേ നീ? അതെ. ചൂടാറാവുന്നവരെ കാത്തിരിക്കണ. മാർട്ടിന്റെ ആക്സിഡന്റ് വാർത്തയുണ്ടല്ലോ, ആ, ആരെങ്കിലും ആയിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലെത്തും. കണ്ട, പറഞ്ഞു തീർന്നില്ല. ആ. ആ
ഹലോ, അതെ ബെന്നിയാണ്. അല്ല അതെ സാർ, അതെ സാർ ബെന്നിയാണ് ഞാൻ. അല്ല അല്ല അവൻ എൻ്റെ അടുത്തുണ്ട്. അല്ല കൊടുക്കണം സാറേ. അല്ല സാറേ അത് പിന്നെ അല്ല സാറേ വരാം സാറേ. ഞങ്ങൾ രണ്ടുപേരും വരാം സാറേ. ആ ശരി സാറേ. എൻ്റെ ദൈവമേ, എന്താ എടാ അയാൾ ഇന്ന് ഇടിച്ചു പിടിയും നമ്മളെ. നീ ഒറ്റ ഒരുത്തന്നെ ഇതിനെല്ലാം കാരണം. എടാ നിന്റെ കണ്ണിൽ അത് മത്തം വളച്ചിട്ടുണ്ടോ? എടാ എടാ നീ ആരുടെ വണ്ടിയാണ് റോഡിലുണ്ടെന്ന് പറഞ്ഞത്? വണ്ടിയാ? ഏത് കൊണ്ടൊരു കാര്യം? എടാ എടാ ഇപ്പൊ എന്നെ വിളിച്ച ആരാന്ന് എനിക്കറിയോ? എനിക്കെങ്ങനെ അറിയാൻ? അത് നിനക്കല്ലേ അറിയാൻ പാടുള്ളൂ. എടാ അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. SI ഫ്രണ്ട്സ് വിളിച്ചത്. ആ അയാൾ എന്തിനാ വിളിച്ചത്? എടാ നീയല്ലേ പറഞ്ഞത് അത് അവന്റെ വണ്ടിയാണെന്ന്? നീ കൊറേ നേരം വണ്ടി വണ്ടി എന്ന് പറഞ്ഞത്. നീ ആരുടെ വണ്ടിയുടെ കാര്യം പറഞ്ഞത്? എടാ ആ മാർട്ടിന്റെ വണ്ടിയാണ് റോഡിലിരിക്കണെന്ന് നീ അപ്പൊ പറഞ്ഞില്ലേ? അതെ. എടാ അതുകൊണ്ടല്ല അവന്റെ വണ്ടിയുടെ ബ്രേക്ക് ചെയ്യാൻ അയച്ചത്. അതെ. എടാ അത് മാർട്ടിന്റെ വണ്ടി അല്ല. പിന്നെ? എടാ 2 ദിവസം മുമ്പേ നമ്മൾ ആ റോട്ടിൽ വെച്ച് ഒരുത്തരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ആ മടക്ക് ജംഗ്ഷന്റെ വളവിൽ വെച്ചിട്ട്. എടാ അത് അയാളുടെ വണ്ടിയാണെന്ന്. അയാളുടെ പേര് ജോണി എന്നാണെന്ന്. എടാ അയാളോടുള്ള പൂർവ്വ വൈരാഗ്യം കൊണ്ട് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ബ്രേക്ക് അടിച്ച് മാറ്റിയെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കുന്നത്. വിത്ത് CCTV വിഷ്വൽ അടക്കം. എടാ ആ SIയുടെ പേര് മാത്രം ഫ്രണ്ട്സ് എന്നുള്ളൂ. ഇടി നല്ല ഭ്രാന്തി പിടിച്ച ആളുടെ ഇടിച്ച അയാൾ മടക്കും, ഉറപ്പാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. പ്രഭാഷകൻ 27-ാം അധ്യായം 26-ാം വാക്യം. എന്റെ ദൈവമേ, കഴിഞ്ഞ മാസം ബസ്സിൽ വെച്ചേ കച്ചറയുണ്ടാക്കി ആ സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ ഇടിച്ച ഇടിയായിരിക്കൂല ഇനി ഇതിന്റെ അകത്ത് വന്നാലെന്ന് അന്ന് അയാൾ പറഞ്ഞതാണ്. എടാ നിന്റെ കണ്ണുകൊണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യും. ഇനി സ്റ്റേഷൻ ചെയ്തിട്ട് വരുമ്പോ കണ്ണൻ ചെവിയും മൂക്കൊക്കെ ഉണ്ടാവുന്നാവോ? എടാ നീ ഇങ്ങനെ പേടിച്ച് കരയല്ലേടാ? പിന്നല്ലാണ്ട് സന്തോഷിക്കാനായിട്ട് ലോട്ടറി അടിച്ച കാര്യമൊന്നുമില്ല നീ പറഞ്ഞത്. ഹലോ സാറേ, എന്നാ സാറേ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങള് അങ്ങോട്ട് വന്നോളാം. ഇപ്പൊ തന്നെ വരും സാറേ. എടാ നോക്കിക്കാതെ ഇങ്ങോട്ട് വാടാ. എത്രയായി? എന്റെ പൊന്നോ, ഇമാതിരി ഇടി എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടിട്ടില്ല. മാർട്ടിനെ, നീ ആ സമയത്ത് അവിടെ വന്നില്ലാച്ചെങ്കിൽ അയാൾ ഞങ്ങൾ അവിടെ തന്നെ കുഴിച്ച് മൂടിയാനെ. ഈ മറിയച്ചെടുത്ത് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു. വളരെ നന്ദിയുണ്ട് മാർട്ടിനെ. ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുതിട്ട. ഈ നിങ്ങള് അയാളോട് ആ ജോണിയോട് ക്ഷമ പറയേണ്ടതായിരുന്നു. മോശം പരിപാടിയല്ലേ നിങ്ങൾ കാണിച്ചത്. നീ ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നെ ക്ഷമിക്കാവരെ തെറ്റൊന്നുമല്ല ഞങ്ങൾ ചെയ്തത്. എന്നോട് നിങ്ങൾ എന്തിനാ ക്ഷമ പറയണത്? അല്ല ശരിക്കും പറഞ്ഞ അയാളുടെ വണ്ടിയാന്ന് കരുതി ചെയ്തതല്ല. പിന്നെ നിന്റെ വണ്ടിയാന്ന് കരുതി ചെയ്തതാ. എന്തിന്? നീ എന്നെ ഉപദേശിക്കാൻ വന്നതിന്റെ ദേഷ്യത്തിൽ ചെയ്തതാ. ഓഹോ, ഇതിന്റെ പിന്നിൽ അങ്ങനെ ആരും അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ആ ജോണി, കഴിഞ്ഞോടാ നിന്റെയൊക്കെ പ്രതികാരം. ഇനി നിന്റെയൊക്കെ പ്രതികാരം വല്ലതും ബാക്കിയുണ്ടോ? ഇത് ക്ഷമിക്കു ജോണി, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇത് അബദ്ധമല്ല, ചതിയാ, കൊടും ചതി. എനിക്കെന്തെങ്കിലും പറ്റി ഞാൻ ചത്തുപോയിരുന്നെങ്കിലോ? മാർട്ടിനെ, നിങ്ങളെ പോലുള്ളവരാണ് ഇവരെയൊക്കെ ചീത്തയാക്കുന്നത്. ഞാൻ പോണു മാർട്ടിനെ. അതെ, ബ്രേക്കൊക്കെ ശരിയാക്കിയല്ലോ അല്ലേ?
ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഇത്ര ഇടി കിട്ടിയിട്ട് ഇവന്റെ നാക്കിന് വല്ല കുഴപ്പമുണ്ടോ നോക്കിയേ. ഇനി നീയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വിളിച്ചു പറഞ്ഞവെന്ന് പറഞ്ഞേക്കണത്. ഞാൻ പോടണം മാറിനെ. ശരി എന്നാ. ആ ശരി എന്നാ. എന്നെ നിങ്ങൾ അപായപ്പെടുത്തുന്നൊന്നും എനിക്ക് പേടിയില്ല കേട്ടോ. കാരണം എന്നും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരാപത്തും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ സമയമാകുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും, പിന്നെ നിങ്ങൾ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരെ കളിയാക്കുകയും അധിക്ഷേപിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ മാറ്റടാ. സോറി മാർട്ടിനെ, ഞങ്ങളോട് ക്ഷമിക്കടാ. സോറി ട്ടാ. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 37 അധ്യായം 27-15 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.